ഹായ് ഗേൾസ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാരേജിന് പ്രിപ്പയർ ചെയ്യുന്ന ഗേൾസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും, ഇൻലോസിൻ്റെ കൂടെ ആയിരിക്കും. അവിടെ ഒരു പക്ഷേ ഹസ്ബൻഡിൻ്റെ മദറും ഫാദറും ഒരുപക്ഷെ സിബ്ലിങ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴും നമ്മൾ അവിടെ ഒരു ന്യൂ മെമ്പറാണ്. നമുക്കവരെ പറ്റി ചില കാര്യങ്ങൾ ഒക്കെ അറിയാം. അവർക്കും നമ്മുടെ മാരേജിൻ്റെ ദിവസങ്ങളിലും അതിന് തൊട്ട് മുന്നേയുള്ള കുറച്ച് മീറ്റപ്പുകളിലും ആയിട്ട് നമുക്ക് അവരെ കുറിച്ച് അറിയാം. അത്രയൊക്കെ ഉള്ളൂ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള അറിവ്. അല്ലാതെ ഒരുപാട് അറിവുകളൊന്നും നമുക്കില്ല. നമ്മൾ ഒരു 10-20 വർഷം വരെ ജീവിച്ചിരുന്ന ചുറ്റുപാടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പറിച്ചു നടന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇത് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ അതുവരെ ജീവിച്ച രീതിയിൽ ഒന്നും ആവില്ല അവിടെയുള്ള ഒരു കാര്യങ്ങൾ. ഈവൻ നമ്മളൊരു കിച്ചണിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്തായാലും അത് അവരുടെ വീട്ടിൻ്റെ ഒരു രീതിയിലായിരിക്കും. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും, അതിൽ തന്നെ എൻ്റർ ചെയ്യുന്ന ഇൻലോസും അവിടെയുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും ആദ്യ ദിവസങ്ങളിലും ആദ്യ സമയങ്ങളിലും ഒക്കെ. ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെയുള്ളവരും ഉണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മൾ പെൺകുട്ടികൾ ഒരു 19, 20, 21 ഇയേഴ്സിലാണ് മാരേജിലേക്ക് കടക്കുന്നത്. നമ്മൾ ഈ 20 ഇയേഴ്സ് വരെ വളരെ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും തൻ്റെതായ അഭിപ്രായം പറയുന്ന കൂട്ടത്തിലായിരിക്കും. നമ്മൾ 21 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ജോലിയുള്ളവരായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല വ്യക്തമായിട്ടുള്ള ഒപ്പീനിയൻ ഉള്ളവരായിരിക്കും. അങ്ങനെ തന്നെ വേണം. നമുക്ക് വേറെ ഉള്ളവർ ഒരു കാര്യത്തിനെ പറ്റി ഒപ്പീനിയൻ പറയുന്നത് കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണം. അത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ ഒരു പുതിയ ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ജീവിച്ച് വന്ന രീതിയിലായിരിക്കില്ല അവിടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ അവർക്ക് അതിൻ്റെതായ ഒരു രീതി ഉണ്ടായിരിക്കും. ചില ഫാമിലികൾ ഈ വെജിറ്റബിൾ ഇത്ര നീളത്തിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ കൊള്ളുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമേ നിങ്ങൾ കുക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഫാമിലികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർ പറയാണ് ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ചെറുതാക്കിയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. അവരുദ്ദേശിക്കുന്ന രീതിയിലാവില്ല. അപ്പം നമ്മൾ അതിലൊന്നും ഒരുപാട് അഭിപ്രായങ്ങൾ പറയാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഉണ്ടായിരിക്കും ഇതെന്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തുകൂടാന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഒരു ഇന്റേണലി നമുക്ക് തോന്നും. അത് പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കാതെ ശരി എന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ അഭിപ്രായം നമുക്ക് മാറ്റാനും നമുക്ക് സ്വന്തമായിട്ടുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്യാനും പറ്റുന്ന ടൈം വരും നമ്മുടെ ലൈഫിൽ. അവർ പറയുന്ന രീതിയിൽ തന്നെ പോട്ടെ, ആദ്യത്തെ 1 മാസം 2 മാസമൊക്കെ, ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് ചേഞ്ച് വരുത്താം. നമ്മളെ രീതിക്ക് കുക്ക് ചെയ്താലും ആ വെജിറ്റബിളിന് ഒരേ ടേസ്റ്റാണെന്നുള്ളത് അവരെ നമുക്ക് മനസ്സിലാക്കിക്കാം പിന്നീട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഇത് പറയേണ്ട ആവശ്യമോ അതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു വരാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ആ ഒരു സമയത്തിൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളായിരിക്കും. ഒരുപാട് മെച്യൂരിറ്റി ഇല്ലെങ്കിലും ഒരു 20 വയസ്സിൻ്റെ പക്വത എന്തായാലും നമുക്കുണ്ടാവും. ഇനിയിപ്പോൾ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തവരും മാരേജിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് നമ്മളെ മെൻ്റലി ഫിസിക്കലി ബാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ണിൽ കാണുന്നതെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് അതിലൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്മൈലിംഗ് ഫേസോട് കൂട്ടിയിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുക.
അതെന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങോട്ടേക്ക് എൻ്റെ ഇത് അഭിപ്രായം അവർ പറയുന്നതിനെല്ലാം തലകുലുക്കി സമ്മതിച്ചു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. ഒരു പ്രസൻറ്റ് ഫേസ് എപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? പെട്ടെന്ന് പ്രതികരിക്കുന്നതാണോ നല്ലത്? എല്ലാ സമയമെടുത്ത് എല്ലാവരും മനസ്സിലാക്കി സൗമ്യമായിട്ട് പ്രതികരിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒരു 100-ലധികം പേര് കണ്ടു. അതുപോലെ തന്നെ അതിൽ നിന്ന് 5 സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.